മീഡിയസിലേക്ക് സ്വാഗതം. ഐഡന്റിറ്റി സിനിമ ഇറങ്ങിയിട്ട് 3-ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരു ശനിയാഴ്ച മികച്ച പ്രകടനമായി സിനിമ മുന്നോട്ട് കുതിക്കുകയാണ്. അനസ് ഖാൻ ഡയറക്റ്റ് ചെയ്ത് ടൊവിനോയും തൃഷയും വിനയ് റായും ഒക്കെ അഭിനയിച്ച ഈ ഒരു സിനിമ ഇതിനോടകം തന്നെ മികച്ച സിനിമ എന്നുള്ള ഒരു പേരെടുത്തു. IMDbയിൽ മികച്ച റേറ്റിംഗ് ആണ് സിനിമയ്ക്ക് ലഭ്യമായിട്ടുള്ളത്. ഇന്ന് 631 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് കേരളത്തിൽ. അതിനു മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. 631 ഷോകളിൽ നിന്ന് 34,000 മുകളിലുള്ള ആളുകളാണ് ഇന്ന് കണ്ടിരിക്കുന്നത്. 19% സിനിമയുടെ ഓക്യുപ്പൻസി ഇന്നുള്ളത്. അതുകൂടാതെ സിനിമയ്ക്ക് 59 ലക്ഷം രൂപയോളമാണ് ഇതുവരെ ലഭ്യമായ ട്രാക്ഡ് കളക്ഷൻ എന്ന് പറയാം. എക്സ്പെക്ട് ചെയ്യുന്നത് 98-99 ലക്ഷം രൂപയോളമായിരിക്കുമെന്നാണ് ട്രാക്കേഴ്സ് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ന് ഒരു 1.30 അല്ലെങ്കിൽ 1,30 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും സിനിമയുടെ കളക്ഷൻ വരാൻ പോകുന്നത്. ഇന്നലത്തേനേക്കാളും ഒരു 10% മുകളിലുള്ള വർധനവാണ് സിനിമയ്ക്ക് ഇതുവരെ കാണാൻ കഴിയുന്നത്. ഇന്നലെ 93 ലക്ഷം രൂപയോളമാണ് കണക്കുകളിൽ വന്നിരുന്നത്. ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് ഇതുവരെയുള്ള ട്രാക്കിംഗ് കളക്ഷൻ 3 കോടി 1 ലക്ഷം രൂപയിലേക്ക് എത്തിയതായി ട്രാക്കേഴ്സ് പുറത്തുവിടുന്നു. അതായത് സിനിമ ആദ്യ ദിനം തന്നെ 4 കോടിയോളമായിരുന്നു വേൾഡ് വൈഡ് കളക്ഷൻ നേടിയിരുന്നത്. രണ്ടാം ദിവസത്തെയും രണ്ടാമത്തെ ദിവസത്തെ കളക്ഷൻ ഇതുവരെ ഒന്നും പുറത്ത് വന്നിട്ടില്ല. തമിഴിൽ മികച്ച രീതിയിൽ സിനിമയ്ക്ക് ഷോ കൗണ്ടുകൾ കൂടുന്നു. അതേപോലെ തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നു. നല്ല ഒരു അഭിപ്രായം തന്നെ സിനിമയ്ക്ക് നേടാൻ കഴിയുന്നു. പ്രത്യേകിച്ച് തൃഷയുടെ പ്രസൻസിന് വലിയ ഇമ്പോർട്ടൻസ് തന്നെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. എന്തായാലും സിനിമ നല്ല ലെവലിൽ ഒന്ന് കൊളുത്തുന്ന കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനോടകം തന്നെ സിനിമ ആദ്യ ദിവസം 4 കോടി നേടിയെങ്കിൽ രണ്ടാം ദിവസത്തെ കണക്കുകൾ വരാത്തത് കൊണ്ട് ഏറെക്കുറെ പ്രതീക്ഷിക്കുന്ന കണക്കുകൾ അനുസരിച്ച് 7.5 കോടിയോളമാണ് എന്നുള്ളതാണ്. 3 ദിവസങ്ങൾ കൊണ്ട് സിനിമ 10 കോടിക്ക് മുകളിലേക്ക് എത്തും. ഞായറാഴ്ച മികച്ച കളക്ഷനോടുകൂടി തന്നെ സിനിമ കുതിച്ചുയരും എന്നുള്ള പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും നല്ല ലെവലിലുള്ള ഒരു പോസിറ്റീവാണ് ആദ്യ ദിവസം അല്ലെങ്കിൽ ആദ്യമായിട്ട് 2025 തുടക്കത്തിൽ തന്നെ ഉള്ള സിനിമയ്ക്ക് ലഭ്യമായിരിക്കുന്നത്. മികച്ച വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ബിഗ് ബജറ്റ് മൂവിയാണ്, അതുമാത്രമാണ് സിനിമയുടെ ഒരു വില്ലനായി നിൽക്കുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ മികച്ച രീതിയിൽ പോവുകയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയ.